രാത്രി മുഴുവനും കണ്ണുനീരുകൊണ്ട് തലയണം നനയ്ക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അവരുടെ പ്രശ്നം ആരോടും പറയാൻ പറ്റത്തില്ല. വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കാം അവരനുഭവിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് അവരുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വഴിപിഴച്ച നിമിത്തമുണ്ടാകുന്ന വേദനകളായിരിക്കും ഒരുപക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഭർത്താവിന്റെ രഹസ്യ ബന്ധമായിരിക്കാം, ഇല്ലെങ്കിൽ ഭാര്യയുടെ രഹസ്യ ഫോൺ കോളുകളായിരിക്കാം ആ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്നത്, ആ വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്തുന്നത്. പറഞ്ഞാൽ കുടുംബ ബന്ധം തകരും. അതുകൊണ്ട് പറയാതെ ഉള്ളിലൊതുക്കി കണ്ണുനീര് കൊണ്ട് കിടക്ക നനയ്ക്കുന്ന എത്രയോ ആളുകൾ. ജീവിതം അടിച്ചു പൊളിച്ചു പോകാനുള്ളതാണെന്നും പറഞ്ഞ കുടുംബത്തിന്റെ അകത്തു നിന്ന് പുറത്ത് നിന്ന് സ്തോത്രം ജീവിതം ആസ്വദിക്കുന്ന ഒത്തിരി ആളുകൾ. പാവം ഭാര്യ അതൊന്നും അറിയാതെ ഒരു പൊട്ടിപ്പെണ്ണ് വീട്ടിൽ മക്കളെയും വളർത്തി അയച്ചു കൊടുക്കുന്ന പൈസയ്ക്ക് അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. പക്ഷേ ആ കുടുംബനാഥൻ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം വളരെ താമസിച്ച് ആ സ്ത്രീ അറിയുമ്പോൾ കണ്ണുനീര് കൊണ്ട് കിടക്ക നനയ്ക്കുകയാണ് പല രാത്രികളും. ഇനി ജീവിക്കണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ഇത് കേട്ടുകൊണ്ട് നിന്ന കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. എന്തിനാ ഇനി ജീവിക്കുന്നേ? പക്ഷേ ഈ ഒരു മരണം ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം മരണത്തിന് കീഴടങ്ങാതെ ജീവിതത്തിൽ സഹനവുമായി നടന്നു നീങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ. സങ്കീർത്തനക്കാരൻ 6-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, 6:6. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട്, അടുത്ത വാക്യം 7-ാമത്തെ വാക്യം, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഷുഗറും പ്രഷറും ഉള്ളതുകൊണ്ടാണ്. എന്റെ പ്രിയരെ, ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അവരുമായി കുറച്ച് സമയം നാം ആശയവിനിമയം നടത്തുമ്പോഴാണ് അറിയുക. എന്നോട് ഒത്തിരി ആളുകൾ പല കാര്യങ്ങൾ വിളിച്ച് പറയാറുണ്ട്. അതൊന്നും ഞാനിവിടെ പബ്ലിക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, മേലെ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നീ രഹസ്യത്തിൽ ചെയ്യാൻ പ്ലാൻ ചെയ്ത പ്രോഗ്രാം വരെ അത് നടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ സ്ത്രീയുടെ കണ്ണുനീര് നിമിത്തം അവരെ ഓർത്ത് ദൈവം തന്നെ ദൂതനെ അയച്ച് ആ പ്ലാൻ പൊളിച്ചു. നീ പ്ലാൻ ഇട്ട പരിപാടി നടക്കാതിരുന്നത് ആ സഹോദരന്റെ ആത്മാർത്ഥമായ ദൈവത്തോടുള്ള ഭയം നിമിത്തം, അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ദൈവം അത് മാറ്റിവിട്ടത്. അല്ലെങ്കിൽ നിനക്കൊരു ചെറിയ ബോൺ ക്യാൻസർ ഒക്കെ തരാൻ ദൈവത്തിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവം നിനക്കൊരു മാരക രോഗം തരാൻ ദൈവം എന്നാ നേരം വേണം? സ്തോത്രം. അപ്പോഴും നിന്നെ ശുശ്രൂഷിക്കാൻ നിന്റെ കൂടെ കൂടിയ ഈ ജീവിത പങ്കാളിയുണ്ടല്ലോ, ആ സഹോദരി. അതിന് വലിയ സൗന്ദര്യമൊന്നുമില്ല ഇപ്പം, അതിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ നിനക്കില്ലാത്തൊരു സാധനമുണ്ട്, ഒരു നല്ല ഹൃദയം. എത്രത്തോളം തെറ്റിനകത്ത് പോയി ചാടിയാലും വീണ്ടും ഒരു ചെറിയൊരു കരച്ചിലേ ഉള്ളതിന്, അത് കഴിയുമ്പോൾ പിന്നെ അത് നിന്നെ സ്നേഹിക്കും. പക്ഷെ നീ കൂടുതൽ അതിനെ വിഷമിപ്പിക്കരുത്. വിഷമിപ്പിച്ചാൽ നിന്റെ ചീട്ട് ദൈവം കീറും. ആ കാര്യം മറക്കണ്ട. എത്രയോ ആളുകൾ കണ്ണുനീർ കുടിക്കുന്നു ഓരോ ദിവസം.
എന്റെ പ്രിയരെ, വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി അധ്വാനിക്കുന്ന ആളുകൾ. ഒരു നേരത്തെ ഭക്ഷണം പോലും നേരത്തെ ചുവ കഴിക്കാറില്ല അവര്. ഓരോ ഷിഫ്റ്റിൽ അവർ ഓടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിലെ കടബാധ്യത മാറ്റാൻ. ഈ ഒരു വർഷം കൂടെ ആഞ്ഞു പിടിച്ചാൽ എന്റെ കുടുംബത്തിലെ കടം മാറും. അവൻ ആ ഒരു ചിന്തയുള്ളൂ, അവർക്ക് ആ ഒരു ചിന്തയുള്ളൂ. പക്ഷെ വീട്ടിലിരിക്കുന്ന നിന്റെ ചിന്ത എന്താ? പറയുമ്പം സാരി, പറയുമ്പം ഡ്രസ്സ്, പറയുമ്പം വീട്ടിനകത്തുള്ള ഇലക്ട്രോണിക് ഐറ്റംസ്. നിന്റെ വീടിനകം ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോറൂമായി മാറിയില്ലേ? ഇത് ഒന്ന് ഇരുന്ന് കൂട്ടി നോക്കി. ഇത് വല്ല ആവശ്യമുണ്ടോ? എന്തെല്ലാം സാധനം ഉപയോഗിക്കാതെ കിടക്കുന്നു, പൊടി പിടിച്ച് കിടക്കുന്നു. കൊണ്ടുവന്ന സമയത്ത് 2 മാസം സുഖമായിട്ട് ഉപയോഗിച്ചു. എന്നിട്ടാ മൂലയ്ക്ക് മാറ്റിയിട്ടില്ല. 20,000 രൂപ മൂല കിടക്കുന്നു, 45,000 രൂപ താണ്ട വേറെ മൂല കിടക്കുന്നു, 1 ലക്ഷം രൂപയുടെ സാധനം മേലെ തട്ടിലെ മണ്ട കയറിയിട്ടേക്കുക. ആ പാപം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതാ കേട്ടോ. അതുകൊണ്ട് വരവ് മനസ്സിലാക്കി വേണം ചെലവാക്കാൻ. അപ്പുറത്തെ വീട്ടിൽ TV ഉണ്ടെന്ന് പറഞ്ഞ് നീ അപ്പുറത്തെ വീട്ടിൽ 35 അല്ല 45 ഇഞ്ചിന്റെ TV ഉണ്ടാവും. നിന്റെ വീട്ടിൽ 21 ഇഞ്ചേ ഉള്ളൂ. അതിനകത്തൂടെ ന്യൂസ് കാണുന്നില്ലേ? അതിനകത്തൂടെ നിനക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തില്ലേ? അതിനകത്തൂടെ പുറത്തേക്ക് പെട്രോൾ വരികയല്ല, ഡീസൽ വരികയല്ല, അതിനകത്തൂടെ പാല് പുറത്തേക്ക് വരികയല്ല, അതിനകത്തൂടെ വെള്ളവും പുറത്തേക്ക് വരികയല്ല. എന്നാ 21 ഇഞ്ച് പോരെ? പക്ഷെ അപ്പുറത്തെ വീട്ടിലെ 45 ഇഞ്ച് കണ്ട് നീ ഇവിടെ 74 ഇഞ്ച് മേടിച്ചിട്ടാൽ സ്തോത്രം. ദൈവം നിന്റെ ഇഞ്ച് മുഴുവൻ തീർക്കും. ഇഞ്ചോടിഞ്ച് നീ തീരും. അതുകൊണ്ട് ആ മനുഷ്യനായിട്ട് കഷ്ടപ്പെടുത്തരുത്, ആ സഹോദരിയിട്ട് കഷ്ടപ്പെടുത്തരുത്. പണത്തിന്റെ വില അറിയണം പരിധി, പണത്തിന്റെ വില അറിയണം. അധ്വാനിക്കുന്നവന്റെ അധ്വാനം, സ്തോത്രം, അവൻ ഓട്ടസഞ്ചി ഇടാൻ വേണ്ടിയല്ല അധ്വാനിക്കുന്നത്. നിന്നെയും നിന്റെ മക്കളെയും ഒരു കരയെത്തിക്കാൻ വേണ്ടിയാ. ആ കടബാധ്യമൊക്കെ വീട്ടി ആ മനുഷ്യൻ സമാധാനത്തോടെ ഒന്ന് കാലം നീട്ടിയൊന്ന് ആ കട്ടിലൊന്ന് കിടക്കാനാ, ഒന്ന് വിശ്രമിക്കാനാ. മക്കളെ, ഇത് കേട്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ആവശ്യമില്ലാത്ത ഒറ്റ സാധനം അപ്പനോട് വിളിച്ച് പറഞ്ഞേക്കരുത്, അമ്മയോട് വിളിച്ച് പറഞ്ഞേക്കരുത്. നിന്റെ ആവശ്യത്തിനുള്ളതെല്ലാം നിന്റെ കൈ കിട്ടിയിട്ടുണ്ട്, അത് മതി നോക്ക്. എന്റെ പ്രിയരെ, കണ്ണുനീര് കൊണ്ട് തലയാണ് നനയ്ക്കുന്ന ആളുകൾ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, വളരെ സീക്രട്ട് ആയിട്ടൊരു കാര്യം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം. ആ കണ്ണുനീര് കൊണ്ട് തലയണ നനയ്ക്കുന്ന ആ സഹോദരിയെ, ആ സഹോദരനെ, ആ കണ്ണുനീരിനോടൊപ്പം ദൈവത്തോട് വല്ലോ വാക്കും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ല കോളായിരിക്കും കേട്ടോ. അത്രയും പറഞ്ഞ് ഞാൻ വിടുക. സാധനം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യമായി മുൻപോട്ട് പോകാൻ സ്തോത്രം. വഴിപിടിച്ച ജീവിതം മുതലുമുള്ള ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ നിങ്ങളെ തുടരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം. ആ ബന്ധമൊക്കെ ഇവിടെ കൊണ്ട് ക്ലോസ് ആവും. ആ അധ്യായം ആ ചാപ്റ്റർ ഇവിടെ കൊണ്ട് ക്ലോസ് ആവും. ഇനി അവിടെ നിന്ന് വിളി വരികയില്ല. ഇനി അവിടെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ല. ഞാൻ നിങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോയാ കണ്ണടച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, നല്ല സമയത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ചില നാളുകൾ, എപ്പോഴുമില്ല, ചില നാളുകൾ അറിയാതെ പരിചയപ്പെട്ട ചില വ്യക്തികൾ മൂലം കുടുംബ ബന്ധത്തിൽ ഉലച്ചിലേർപ്പെടുന്ന വിധത്തിൽ സ്നേഹം കവർന്നു കൊണ്ടുപോകുന്ന കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് ജീവിതത്തിന്റെ സകല മൂല്യങ്ങളെയും തകർത്ത് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ തുടരുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അനാവശ്യ ബന്ധങ്ങൾ മാറട്ടെ. അത് ഇവിടം കൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവന് ഇനി ഒരു ശല്യം ഉണ്ടാകരുത്. ആ പ്രിയപ്പെട്ടവർക്ക് ഇനി ഒരു ശല്യം ഉണ്ടാകരുത്. ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ ഹൃദയം തുറന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ വീഴ്ചകളെ ദൈവം ക്ഷമിക്കണമേ. ഒരു പ്രാവശ്യം കഴുകി വിശുദ്ധീകരിക്കണമേ. അവർ വിവാഹം കഴിച്ചപ്പോഴുള്ള സന്തോഷം അവരുടെ കുടുംബത്തിനകത്ത് വീണ്ടും മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹൃദയം തുറന്ന് സ്നേഹിപ്പാൻ, മണിക്കൂറുകൾ ഹൃദയം തുറന്ന് സംസാരിപ്പാൻ ദൈവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരേ, സന്തോഷം. നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം, നമ്മുടെ സന്തോഷം ദൈവത്തിന്റെ സന്തോഷം. സന്തോഷമുള്ളൊരു കുടുംബം
നിങ്ങൾ ഭാര്യയും ഭർത്താവും സന്തോഷമായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. ആമേൻ. നിങ്ങൾ മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ആമേൻ. നിങ്ങൾ ഭൂമിയിൽ സന്തോഷമായിരിക്കുമ്പോൾ ദൈവത്തിന് മഹാസന്തോഷം. സ്തോത്രം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.